അപ്പോൾ ഇന്ന് തിരുവാതിര ദിവസമാണ്. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. അപ്പോൾ ഞാൻ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഞാൻ ഇന്ന് കഴിക്കണ തിരുവാതിര എൻ്റെ നോൻപ് ഭക്ഷണങ്ങൾ, വ്രതത്തിലെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പുഴുക്കും അത് എൻ്റെ രീതിയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ കഴിച്ചത് 3 ഗോതമ്പ് ദോശയും നാളികേര ചട്നിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞു. പിന്നെ ഞാൻ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചു. ചക്കി ഉണ്ടായിരുന്നു, കാച്ചിൽ, ചേന, ചേമ്പ്, കൂർക്ക ഇവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പയർ വേവിച്ച് വെച്ചു. ആ പയർ വേവിച്ച് വെച്ചതിൽ നമ്മുടെ വെള്ളപ്പയറില്ലേ, മണിപ്പയർ, അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങൾ ചക്ക, കാച്ചിൽ, ചേന, ചേമ്പ് അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല വാശിയത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പുഴുക്കുണ്ടാക്കാനൊക്കെ, പക്ഷേ ഞാനത് ജസ്റ്റ് എൻ്റേത് ഞാനെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ഗേസ്, ക്ഷമിക്കണേ. കാരണം എനിക്ക് സ്പൂൺ കൊണ്ടാകുമ്പോൾ അളവൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് സാധാരണ ഇടാറ്. കൈയാകുമ്പോൾ എനിക്ക് ഭയങ്കര പെർഫെക്ഷനാണ്, അതാണ് കൈ ഉപയോഗിച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിലേക്ക് ഞാൻ മുളക് പൊടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മുളക് പൊടി അതിൽ കാണിച്ചില്ല, സോറി ഗൈസ്, വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് നമ്മൾ വേവിക്കണു. 1-2 വിസിലടിക്കണു. 1 വിസിൽ മതിയാവും, അതിലൊക്കെ വേവും. പിന്നെ നമ്മളിതാ ഉച്ചത്തേക്കും കൂടി അപ്പോൾ ദോശ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 കൂടി ഗോതമ്പ് ദോശ കൂട്ടത്തിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ ഗോതമ്പ് ദോശയോട് ആർക്കും ഇഷ്ടമല്ല, ബാക്കിയുള്ളവർക്ക് അരി ദോശയായിരുന്നു. അപ്പോൾ അതങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അതിലേക്ക് ആ കഷ്ണം വെന്തയിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും ഒന്ന് ഞാൻ ചതച്ചെടുക്കും, അതിട്ട് കൊടുത്തു. അതിന് പുറമെ തന്നെ വെറുതെയുള്ള തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് അങ്ങനെ നാളികേരം ജീരകത്തിൻ്റെ ടേസ്റ്റ്, പച്ചമുളകിൻ്റെ ടേസ്റ്റ് ചതച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർത്തത്. എല്ലാവരും ചേർക്കണം എന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ പുഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണയും പച്ചമുളകും വെളിച്ചെണ്ണ തുളിക്കുക എന്നല്ലേ പറയുക, തുളിക്കണു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണു. അപ്പോൾ അതോടുകൂടി നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാണത്, പുഴുക്ക് ഇതായിക്കൊണ്ടിരിക്കണു. ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി, അത്രയേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ പുഴുക്ക് ഇതാ റെഡിയായി. കറിവേപ്പില ഇട്ടു. പിന്നെ എന്ത് ചെയ്തു, കുറച്ച് വെളിച്ചെണ്ണയും കൂടി തുളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പുഴുക്കിലെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക, വറുത്തിടില്ലല്ലോ. അപ്പം ഞാനത് അങ്ങനെ ചെയ്തു. അങ്ങനെ നമ്മുടെ പുഴുക്കിൻ്റെ പണി ഫിനിഷായി കേട്ടോ. പിന്നെ അടുത്തത് ഇതാ കൂവപ്പായസത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, എല്ലാവർക്കും അറിയണതല്ലേ. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചത് ഞാൻ ഇതാണ് കേട്ടോ.